റോഡ് നവീകരണം വൈകുന്നതായി പരാതി. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ രാജഗിരി ഭാഗത്തെ റോഡാണ് തകർച്ച നേരിടുന്നത്. റോഡിന്റെ വശങ്ങൾ ഇടിഞ്ഞു താഴ്ന്നതിനെ തുടർന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെ പഞ്ചായത്ത് അംഗം അപകടാവസ്ഥ ബോധ്യപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാകുന്നില്ല. റോഡിന്റെ തകർച്ചയ്ക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 18 പ്രളയത്തിന് ഇവിടെ നിന്നൊരു മരം മറിഞ്ഞ് പൊത്തായതാണ്. പിന്നീട് അവർ പഞ്ചായത്തുകാർ നോക്കിയിട്ടില്ല. വാർഡിൻ്റെ പറയുന്നുണ്ടെങ്കിൽ 12ാം വാർഡുകാർ പറയുന്നത് അത് ടൗൺ വാർഡിൻ്റെ വഴിയാണ് അവരാ ചെയ്യേണ്ടത്. ടൗൺ വാർഡുകാരുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ അവർ പറയും ഇത് വാട്ടർ അതോറിറ്റിയുടെ പുരയിടമാണ്, ഇവിടെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അങ്ങനെയായി കിടന്നത് ഇവിടെ. ശാസ്താംകോട്ട രാജഗിരി പ്രദേശത്തെ റോഡാണ് വശങ്ങൾ ഇടിഞ്ഞതാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. വാർഡംഗം നേരിട്ടിടപെട്ട് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും റോഡ് നവീകരിക്കാൻ നടപടിയായിട്ടില്ല. പൊതുജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി അടിയന്തര മുന്നറിയിപ്പ് സംവിധാനങ്ങളും താൽക്കാലിക സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്താനും നിർദ്ദേശം നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് നമ്മുടെ ഫിൽട്ടർ ഹൗസിൻ്റെ അടുത്ത് നിന്ന് താഴേക്കുള്ള ഒരു 1.5 കിലോമീറ്ററോളം ദൂരം വരുന്ന ഈ കോൺക്രീറ്റ് റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ മഴക്കാലത്താണ് ഈ റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയത്. ഈ കാണുന്ന റോഡ് പഞ്ചായത്ത് റോഡും തൊട്ടപ്പുറത്ത് കാണുന്നത് വാട്ടർ അതോറിറ്റിയുടെ സ്ഥലവുമാണ്. വാട്ടർ അതോറിറ്റിയിലെ വേണ്ടപ്പെട്ട അധികാരികൾ ഇത് അളന്ന് തിരിച്ച് കുറ്റപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഇപ്പോൾ പഞ്ചായത്ത് റോഡ് ചെയ്യുവാൻ കഴിയുള്ളൂ. 100-100ഓളം കുടുംബങ്ങൾ താഴേക്ക് ആശ്രയിക്കുന്ന ഒരു റോഡാണിത്. ഒരു ആശുപത്രി കേസ് വന്നാൽ പോലും അവർക്ക് ഒരു ആംബുലൻസോ അല്ലെങ്കിൽ ഒരു ഓട്ടോയോ ഒരു വലിയ വാഹനമോ കയറി ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ വേണ്ടപ്പെട്ട അധികാരികൾ, അതായത് വാട്ടർ അതോറിറ്റിയുടെ അധികാരികൾ, ഇനിയിപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് അളന്ന് തിട്ടപ്പെടുത്തണമെങ്കിൽ താലൂക്ക് സർവേയർ വന്നിവിടെ അളന്ന് തിരിച്ച് എങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ കഴിയുള്ളൂ. റോഡിന്റെ തകർച്ചയ്ക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടെ ഈ ഭാഗത്തായിട്ട് ധാരാളം സാധാരണ ജനങ്ങൾ ജീവിക്കുന്ന ഭാഗമാണ്. നമുക്ക് ഏകമാർഗം ഇതിലേക്കൂടെ കടന്നു പോകാനുള്ള ഏകമാർഗം ഈ റോഡാണ്. പക്ഷേ ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോചനീയകരമായ രീതിയിലായിരിക്കുകയാണ്. ചില ഭാഗങ്ങളിൽ അടിയിൽ ഭാഗത്തെ മണ്ണിളകി പോയിട്ട് വെറും കോൺക്രീറ്റ് പാളികൾ മാത്രമായിട്ടാണ് പോകുന്നത്. മറ്റു ചില ഭാഗങ്ങളിലെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ്. അതുകൂടാതെ മറ്റൊരു സൈഡിൽ വാട്ടർ അതോറിറ്റിയുടെ ഭാഗമാണ്, അവിടെ നല്ല കുഴിയുമാണ്. ഏതെങ്കിലും സാഹചര്യത്താൽ ഏതെങ്കിലും വണ്ടി വരുമ്പോൾ, എപ്പോഴും വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്, എന്തെങ്കിലും പറ്റിയാൽ ഒന്നുകിൽ ആ കുഴിയിലോട്ടായിരിക്കും വീഴുന്നത്. തന്നെയുമല്ല ഒട്ടും സഞ്ചാരയോഗ്യമല്ല. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.